ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ കിച്ചൂസിന് ഇനി ഗുരുവായൂരൂടെ ചോറ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ പ്ലാനുകൾക്ക് ശേഷം എല്ലാവർക്കും അവധിയുള്ള ദിവസമായ 25-ാം തീയതി പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ 2 ഡേയ്സായിട്ട്, അതായത് 25-ന് പോയിട്ട് 26-ന് രാവിലെ തൊഴാനുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 2 ദിവസം മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോകാനുള്ള എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓൾറെഡി അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി തലേദിവസത്തേക്കും ചെന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലുള്ള ഡ്രസ്സും അതുമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിങ്ങനെ വെച്ചു. പിന്നെ എനിക്ക് അന്നിടാനുള്ള മാല, കമ്മൽ ഞാൻ ഏതൊക്കെ ഇടണമെന്ന് ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് 2-3 കമ്മൽ ഞാനിങ്ങനെ എടുത്തു വെച്ചു. ചേച്ചിക്ക് വേണമെങ്കിൽ അവൾക്കും എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ 2 കമ്മലൂടെ എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ സമയം കിട്ടത്തില്ലെങ്കിലും എടുത്തു. പിന്നെ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അച്ഛൻ്റെ 2 ഷർട്ട് കൂടെ വെക്കാനുണ്ടായിരുന്നു. അമ്മ അപ്പോൾ അത് അയൺ ചെയ്തിട്ട് എനിക്ക് കൊണ്ടു തന്നു. അതുകൂടെ ഞാനിങ്ങനെ വെച്ചു. അതുകൂടെ ഞാൻ കഷ്ടപ്പെട്ടാണ് ആ ബാഗിൽ ഇത് ചെയ്തത്. ഒരു ബാഗ് ആക്കി ഒതുക്കാൻ വേണ്ടി ഞാനത് കഷ്ടപ്പെട്ട് അതിനകത്ത് വെച്ചു. പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വെച്ചു. എനിക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളതൊക്കെ അല്ലാതെ എന്തെങ്കിലും ഒരു കവറിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത്യാവശ്യമുള്ളതിന് ഹാൻഡ് ബാഗിൽ ബാക്കി സാധനം ഇടാമല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ അമ്മ ഇനിയും ബാക്കി എന്തെങ്കിലും മറന്നുപോയോ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നേ. പിന്നെ ബ്രഷ്, പേസ്റ്റ്, ആ സാധനങ്ങളെല്ലാം അമ്മേൻ്റെ കയ്യിൽ ഓർത്ത് തന്നു. ഇനി അവിടെ ചെന്ന് തപ്പിപ്പിടിക്കണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഹെഡ്സെറ്റ്, ചാർജർ, അതെല്ലാം ഞാൻ വെച്ചു. പിന്നെ മോസ്റ്റ് എസെൻഷ്യൽ കാര്യം, എന്നെ സംബന്ധിച്ചൊരു ഫുഡ്, അതുകൊണ്ട് അത് മറക്കാതെ ഞാൻ എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫുൾ മധുരമുള്ള സാധനങ്ങൾ. അമ്മ ചോദിച്ചു, നീ കഴിക്കാനാണോ പോകുന്നതെന്ന് വരെ എന്നോട് ചോദിച്ചു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മുട്ടായി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സും അതുമെല്ലാം അമ്മ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 25-ൻ്റെ അന്ന് രാവിലെ കിച്ചൂസൊക്കെ ഒരു 10 മണി കഴിഞ്ഞപ്പം വന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ കൂടെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി ഒരുങ്ങി ഇറങ്ങി. ഒരു 11:30 ആയപ്പോഴേ ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങളവിടെ കോട്ടയം ചെന്നിട്ടാണ്, എവിടെയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കോട്ടയം ചെന്നിട്ടാണെന്ന് തോന്നുന്നു കഴിച്ച്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്നും 10 പേരുണ്ടായിരുന്നു. കുറച്ച് പേര് മീൽസ് വാങ്ങിച്ചു, ഫ്രൈഡ് റൈസ് വാങ്ങിച്ചവരുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് പിന്നെ ഒരു 1 o'clock കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി. കിച്ചൂസ് ഉള്ളതുകൊണ്ട് യാത്ര ഒരു ബോറിങ്ങും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു വണ്ടിയിൽ. അവൻ്റെ കളിയും ചിരി, ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക് എഴുന്നേക്കും. അവനുള്ളത് കൊണ്ട് ഒരു ബോറടിയില്ലായിരുന്നു. ഒരു കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണും. പിന്നെ അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കുക. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു അവൻ്റെ കൂടെയുള്ള യാത്ര. ആദ്യമായിട്ടാണ് കേട്ടോ കിച്ചൂസിനോട് ഞങ്ങൾ ഇത്രയും ദൂരെ ട്രിപ്പ് പോകുന്നത്. അങ്ങനെ 4 മണി 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായ മസ്റ്റാണ് കൂടെ ഉള്ളവരൊക്കെ എല്ലാം. എനിക്ക് നിർബന്ധം, ഞാൻ ചായ കുടിക്കാറില്ല, കോഫി ചിലപ്പം കുടിക്കും. അങ്ങനെ ഞങ്ങളൊരു 7-7:30 ആയപ്പോഴത്തേക്ക് ഗുരുവായൂരെത്തി. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഇതാണ് എടുത്തിരുന്നത്. ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോയി. അവരവരുടെ റൂമിലേക്ക് പോയി. നല്ല റൂമായിരുന്നു കിട്ടിയത്. പിന്നെ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടൊന്ന് അമ്പലത്തിൻ്റെ അവിടോട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.